അസ്സലാമു ഇനി അഫ്വിന്റെയും ഇത്കിന്റെയും നാളുകളാണ്. വിട്ടുവീഴ്ചയുടെയും നരകമോചനത്തിന്റെയും ദിവസങ്ങൾ. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നരകമോചനം തേടുക എന്നത്. ഈമാനുള്ള മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ നരകത്തിൽ നിന്ന്, നരകത്തിന്റെ ഇന്ധനമായി അധപ്പതിക്കുന്നതിൽ നിന്ന് കാത്തുരക്ഷിക്കണം. ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കലാണ് അതിനുള്ള വഴി. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്യധ്വാനം ചെയ്ത് കഠിനശ്രമം നടത്തിയിട്ട് നരകത്തെ നിങ്ങൾ വിട്ടുനിൽക്കണം. സ്വർഗം അത് തേടുന്നവന് നിയന്ത്രണമില്ലാത്ത ഉറക്കമുണ്ടാവില്ല. നരകം അതിൽ നിന്ന് കാവൽ ചോദിക്കുന്നവനും നിയന്ത്രണമില്ലാത്ത ഉറക്കമുണ്ടാവില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഒരു തവണ പുണ്യനബിയെ കാണാൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. മുഖത്ത് ദുഃഖഭാവമായിരുന്നു. എന്താ മുഖത്ത് ദുഃഖമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബേ, ഞാൻ നരകം കണ്ടതുകൊണ്ടാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞു. ഒരിക്കൽ ജിബ്രീലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംശയം ചോദിച്ചു. ഒരുപാട് മലക്കുകൾ വരുന്നുണ്ട്, എന്താണ് മീകായിൽ എന്ന മലക്ക് മാത്രം ചിരിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രകൃതമായിരുന്നു മീകായിൽ അലൈഹിസ്സലാമിൻ്റെത്. പക്ഷേ നരകം പടക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം മാറിപ്പോയതാണ്. പിന്നീട് ഇതുവരെ മീകായിൽ അലൈഹിസ്സലാം ചിരിച്ചിട്ടില്ല എന്ന് സയ്യിദിനാ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. അതുകൊണ്ട് നരകത്തിൽ നിന്നുള്ള മുക്തിക്കാണ് അവസാനത്തെ 10. സ്വന്തമായിട്ട് നരകത്തെക്കുറിച്ച് നമ്മൾ എന്നെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതിൽ പോയി പെട്ടാലുള്ള ഭീകരതയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ദുആ ചെയ്യുന്ന ആളായിരുന്നു. ആ ദുആയിൽ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ള ദുആ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന. പടച്ചവനെ, ദുനിയാവിൽ എനിക്ക് നീ നന്മ നൽകണമേ. വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലും എനിക്ക് നീ നന്മ നൽകണം. വഖിനാ അദാബന്നാർ, നരകത്തിയിൽ നിന്ന് നീ എന്നെ കാക്കണം. ആരാണ് ദുആ ചെയ്യുന്നത്? സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന ഉദ്ഘാടകനായി അള്ളാഹു നിശ്ചയിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്.